എന്താടോ രാവിലെ തൊഴുത്തിലെ പണികളെല്ലാം തീർന്നോ? എല്ലാവരും ഫ്രീ ആയോ? ഞങ്ങളുടെ ഇവിടുത്തെ രാവിലത്തെ പണി എല്ലാം കഴിഞ്ഞു. രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം തീർക്കാറുണ്ട്. രാവിലെ പുല്ല്, പിന്നെ ചാണകം മാറ്റുക, തീറ്റ കൊടുക്കുക, ഇതെല്ലാം ഞങ്ങൾ രാവിലെ തന്നെ എല്ലാം ചെയ്ത് തീർക്കും. 8 മണി അതിനകത്ത് വെച്ച് തീർക്കണം, അതാണ് എൻ്റെ പോളിസി. അത് കഴിഞ്ഞ് പിന്നെ ജോലിക്കാർ ഫ്രീ ആവും. ഫ്രീ ആയി കഴിഞ്ഞാൽ അവർ ഉറങ്ങാനായിട്ട് പോകും. 1 മണി വരെ പിന്നെ അവർക്ക് റെസ്റ്റാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ അവർ അടുത്ത കറവയ്ക്ക് വരുന്നതിന് മുമ്പേ നമുക്കിതെല്ലാം ഒന്ന് പറഞ്ഞു തീർക്കണം. ഞാൻ 2 ദിവസം മുമ്പേ ഇൻഷുറൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ പലരുടെയും സംശയമാണ്, എത്ര രൂപയാണ് ഇൻഷുറൻസ് ചെയ്യുന്നതിന്, പിന്നെ എവിടെയാണ് നിങ്ങൾ ചെയ്തത്, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ ഞാൻ ആർക്കും കമൻറ്റിൽ കൂടെ മറുപടി ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാം. ഞങ്ങൾ മിൽമൈ വഴിയാണ് ഞങ്ങൾ ഇൻഷുറൻസ് ചെയ്തത്. ഞങ്ങളുടെ സൊസൈറ്റി വഴി ബന്ധപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാ കർഷകർക്കും ഇതൊരു പ്രയോജനപ്പെടുന്ന ഒരു ഇൻഷുറൻസ് ആയിരിക്കും. വില കുറവാണ്, റേറ്റ് കുറവാണ്. ഒരു വർഷത്തേക്ക് 2500 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് 2 വർഷം വേണമെങ്കിലും ചെയ്യാം. 2 വർഷത്തേക്ക് 5000 രൂപ. ഞാൻ ഇവിടെ 2 വർഷത്തേക്കാണ് ഇൻഷുറൻസ് ചെയ്യുന്നത്. 4 പശുവിന് ഞാൻ ചെയ്തു. ഇനിയും ബാക്കിയുള്ള പശുവിന് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിൽമ വഴിയാണ് ചെയ്തത്. 1 വർഷത്തേക്ക് 2500 രൂപ, 2 വർഷത്തേക്ക് 5000 രൂപ. ശ്രദ്ധിച്ച് കേട്ടോളണം. എന്നിട്ട് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് പശുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്ക് പേടിക്കണ്ട. ഇൻഷുറൻസ് ചെയ്തിട്ടിരുന്നാൽ നമുക്ക് പേടിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. നമ്മൾ ഒരുപാട് കർഷകരെ കണ്ടിട്ടുണ്ട്, ഇൻഷുറൻസ് ചെയ്യില്ല, അവർക്ക് ഇഷ്ടമില്ല, ഇൻഷുറൻസ് ചെയ്യുന്നത് ഇഷ്ടമില്ല. പഴയ ആൾക്കാരാണ് കൂടുതലും. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്. ഇൻഷുറൻസ് നിങ്ങൾ ചെയ്തിരിക്കണം. ഇത്രയും ലാഭത്തിൽ മിൽമ നമുക്ക് തരുമ്പോൾ നമ്മൾ അത് അവോയ്ഡ് ചെയ്യരുത്. നമ്മളത് ചെയ്തിരിക്കണം. നിങ്ങളുടെ അടുത്തുള്ള സൊസൈറ്റിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുക, നമുക്കിതുപോലെ ഇൻഷുറൻസ് ചെയ്യണം മിൽമയുടെ. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് അതിനുള്ള വഴി ഒരുക്കി തരും. അങ്ങനെ നിങ്ങൾക്ക് നമ്മളിവിടെ ട്രിവാൻഡ്രം ജില്ലയാണ്. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്താണ് നമ്മൾ ഇൻഷുറൻസ്. അവിടെ നിന്ന് ഒരാൾ വന്ന് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ ഏരിയയിൽ അതിനുള്ള ഏജൻറ്റ് കാണും. അപ്പോൾ ഏജൻറ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് അവരെല്ലാം പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും അവർ തന്നെ പറഞ്ഞു തരും. ആരും നിസ്സാരമായിട്ട് കാണരുത്. ഇനി കാലാവസ്ഥ ഒരുപാട് വ്യതിയാനം സംഭവിക്കേണ്ട സമയമായി തുടങ്ങി. ഇപ്പോൾ തണുപ്പാണ്. അടുത്തത് ഒരു 15-20 ദിവസം കൂടെ കഴിയുമ്പോൾ പിന്നെ തണുപ്പ് മാറി വരും. അപ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ പശുക്കൾക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും, പിന്നെ അസുഖങ്ങൾ വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തന്നെ അറിയാതെ മരണപ്പെട്ടു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആർക്ക് വേണോ എപ്പോൾ വേണമെങ്കിലും, മനുഷ്യർക്കും ആയാലും മൃഗങ്ങൾക്കായാലും അത് ഒന്നുപോലെയാണ്. അത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് മരണം. അപ്പോൾ ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. കോഴിക്കുണ്ട്, വാഴയ്ക്കുണ്ട്, വിള ഇൻഷുറൻസ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ കഴിവതും നിങ്ങൾ ചെയ്യുക. അപ്പോൾ കമൻറ്റ് ഒരുപാട് ഇത് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മിൽമ വഴിയാണ് ചെയ്തത്. റേറ്റ് ഇത്രയാണ്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, പറഞ്ഞാൽ മതി. ഞാൻ ഫോൺ നമ്പർ ഇട്ടുതരാം. അപ്പോൾ എല്ലാ കർഷകരും ചെയ്തിരിക്കണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു വലിയ നഷ്ടമാണ്. അപ്പോൾ കഴിവതും എല്ലാവരും ചെയ്യുക. എന്നാലേ നമുക്ക് ക്ഷീരമേഖല ആദായകരമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരുപാട് നമ്മൾ അറിയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാനൊന്നും പഠിച്ചിട്ടില്ല.
നമുക്കൊക്കെ നിസ്സാര കാര്യങ്ങളെ നമുക്കറിയാവോ. നമുക്കറിയാന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ അറിവ്. നല്ല കാര്യം അതാണ്.